ഇത് ഗാഗ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ സ്വർഗത്തിലെ കനി എന്നാ പറയുന്നത് ഇതിന്. അപ്പൊ ഇത് നമ്മുടെ തായ്ലൻഡാണ്. തായ്ലൻഡ് അങ്ങനെയുള്ള മലേഷ്യ അവിടെ നിന്നൊക്കെ വന്നിരിക്കുന്ന സംഭവമാണിത്. ഇത് അവിടെയുള്ളവർക്കാണെങ്കിൽ ചോറിനകത്തൊക്കെ ഇട്ട് അവർ കഴിക്കുന്നു. ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട്. ഒരു എല്ലാ വൈറ്റമിൻസും അതിനകത്തുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മളിത് കൃഷി ചെയ്തു. ഒരു സൈഡിന് 6 സൈഡിന് 300 ചുമട്ട് കിട്ടിയത്. നമ്മളത് കൃഷി പോലെ അല്ല, 2 മാസം കൊണ്ടൊക്കെ മുളച്ചത്. ഇപ്പം മുളയ്ക്കാത്ത താമസം വേണ്ട. നമ്മൾ കുറച്ച് പരീക്ഷ നടത്തി കഴിഞ്ഞിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് പെട്ടെന്ന് മുളയ്ക്കുന്നുണ്ട്. നട്ട് മുളച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അത് കയറി പോകുന്നുള്ളൂ. ഒത്തിരി വളം ചേട്ടാ, ആവശ്യത്തിന് വളമൊക്കെ ചെയ്യണം. അപ്പം ഇതിൻ്റെ തുമ്പും ഇല മുതൽ നമുക്കത് മരുന്ന മൊത്തം മരുന്ന. ഇതിൻ്റെ സീഡ് എന്ന് പറഞ്ഞതാണ് സീഡ്. ഇത് നമ്മളിങ്ങനെ പച്ച, ഇത് ആദ്യം പച്ച കളറായിരിക്കും. ആ പച്ച കളറിൽ നമുക്ക് തോരൻ വയ്ക്കാം. അതായത് നമ്മളിപ്പോൾ പാവയ്ക്കൊക്കെ തോരൻ വയ്ക്കുന്ന പോലെ മുട്ടക്കായൊക്കെ ഒന്നും കളയാണ്ട് തോരൻ വയ്ക്കാം. ഒന്നും കളയാണ്ട് പുറത്ത് ഒന്നും പച്ച, പിന്നെ മഞ്ഞ തുടങ്ങി, പിന്നെ ഓറഞ്ച് കളർ, പിന്നെ ശരിക്കും റെഡാണ്. ഈ റെഡായി കഴിയുമ്പോൾ നമ്മളത് അതിൻ്റെ കുറച്ച് ഇതെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സീഡൊക്കെ പുറത്തേക്ക് എടുത്ത് നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞ് എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് എല്ലാവർക്കും വളരെ ക്യാൻസർ രോഗികൾക്കൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ പറയുന്നത് കീമോ എടുക്കുന്നവർക്ക് അതിൻ്റെ കൂടെ ഇതും കൂടെ കഴിക്കുമ്പോൾ പെട്ടെന്ന് മരുന്ന് പിടിക്കും. അത് കഴിഞ്ഞ് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഒക്കെ ഇത് വളരെ പ്രയോജനമാണ് പറയുന്നത്. അതുപോലെ മറ്റ് നമ്മുടെ ശരീരത്തിലുള്ള പല പല രോഗങ്ങൾക്ക് പിന്നെ നിത്യ യൗവനാണ്. അതാണ് സ്വർഗത്തിലെ കനി എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. ഇത് മാർക്കറ്റൊന്നുമില്ല അങ്ങനെ പറയാൻ. 1500-800 വരെയുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ മാർക്കറ്റ് ഇല്ല. പിന്നെ നമുക്ക് ഒരു കാര്യത്തിന് ആൾക്കാർക്ക് ഇതാണ് സ്ഥലം നിറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുണ്ട്. ഇപ്പൊ സീഡിന് എനിക്കിഷ്ടം ഒരു സീഡ് വന്നിട്ടുണ്ട്. സീഡ് അതിപ്പം തൊടുപുഴയിൽ ഒരു പാർട്ടിയാണ്. അവർ ഹൈദരാബാദിൽ കൊണ്ടുപോവാം. പിന്നെ ഇത് അറിഞ്ഞ് ഉപയോഗിക്കുന്നവർ ഒത്തിരി ഉണ്ട്. ഇത് ഇപ്പം ജ്യൂസൊക്കെ അടിക്കാനായിട്ട് എടുത്ത് പാൽ ചുമ്മാ അത് കഴിച്ച ഒരു ടേസ്റ്റ് ഇല്ല. വയലിട്ട് നോക്കുമ്പോൾ പറയാം അതിൻ്റെ ടേസ്റ്റ് എന്നാന്ന്. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല കഴിപ്പോലെ. എന്നാൽ ഇതിന് എടുക്കുന്നത് നമ്മൾ വെള്ളം പൊഴിച്ച് താരിച്ച് അതെടുത്ത് മിക്സി അതിൻ്റെ പഴുപ്പൊക്കെ കൂടി എടുക്കും കേട്ടോ. നമ്മളത് മിക്സി ഇപ്പം നമ്മൾ ഇതിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് സീഡ് പുറത്തേക്ക് എടുക്കണം. ഈ സീഡ് ശരിക്കും പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കും. നല്ല വൃത്തിയായിട്ട് കൈയ്യൊക്കെ വാഷ് ചെയ്ത് കൈ കൊണ്ട് തന്നെ ചെയ്യണം. എന്നാലത് ശരിക്കും ഇങ്ങനെ എല്ലാം പോയിട്ട് പുറത്തേക്ക് ഇതാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പം വട്ടത്തിലൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. കൂട്ടി കുഴപ്പമില്ല. പച്ചക്ക് തോരനൊക്കെ വെക്കത്തില്ലേ? പച്ചക്ക് തന്നിട്ട് തോരൻ വെച്ച് നല്ല ടേസ്റ്റ്. അത് നല്ലതാണ്. അങ്ങനെ വെക്കുമ്പോൾ ഒരു കുഴപ്പം നല്ലതാണ്. നമ്മൾ പാവയ്ക്ക് തോരൻ വെക്കുന്ന പോലെ തന്നെ നല്ലതാണ് അത്. ഞാൻ പിന്നെ ഇവിടെ അടുത്തൊക്കെ കൊടുത്തു അങ്ങനെ വെച്ച് നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് നമ്മൾ അപ്പോൾ മൊത്തം കിടക്കണം. അത്യാവശ്യം നമ്മളത് ശരിക്കും അത് അടിച്ചിട്ട് ഇതിങ്ങനെ എടുത്ത് മിക്സിയിൽ ഇതെല്ലാം കൂടെ കുട്ടിയൊന്ന് മിക്സിയിൽ അടിക്കണം. മിക്സിയിൽ അടിച്ച് കഴിയുമ്പോൾ എന്നിട്ട് ഒരു ശക്കലത്തിന് ഉപ്പ് കൂടെ ഇട്ടൊന്ന് തിളപ്പിക്കണം. ഇതിന് പാവയ്ക്കടപ്പത്ത് ഒരു ഇതുണ്ട് അത് കാരണം ഒരു ശക്കല ഉപ്പിട്ട് തിളപ്പിക്കണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പാലൊഴിച്ച് കുറച്ച് ഇട്ട് നമ്മുടെ ആവശ്യത്തിന് അങ്ങനെ ഉപയോഗിക്കുക. ജ്യൂസായിട്ട് ഉപയോഗിക്കുക. അതിനെയാണ് നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ നമുക്ക് അല്ലാതെ ഇപ്പം വേണ്ടവർക്ക് രോഗികൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ വേണ്ടി ഉപയോഗിക്കാം. നമുക്ക് ഉപയോഗിക്കുന്നത് ഞാനത് ഇതെല്ലാം എടുത്ത് മിക്സിയിൽ അടിച്ച് എടുത്തു. ഇനി എടുത്തൊന്ന് തിളപ്പിക്കണം. ചുപ്പ് ഇങ്ങനെ തിളപ്പിക്കുമ്പം അതിന്റെ ആ കയ്പ് അങ്ങനെയാ അതിന്റെ എന്തോ ഒരു. അപ്പൊ ഈ പാലിനകത്ത് മിക്സ് ചെയ്യുമ്പം അത് ഇതാവത്തില്ലേ? പിന്നെ ഇതോടെ തീർന്നു ഇങ്ങനെ പറയുന്നത് എല്ലാവരും. സാരിയൊക്കെ ചേർത്ത് ഹോർലിക്സോ അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ ചേർത്ത്
ചാർജ് ഷേക്കോ എങ്ങനെയെങ്കിലും കൊണ്ടൊക്കെ നമ്മൾ വിളിച്ചാലും നോക്കുക അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് പലവിധ ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ എല്ലാവരും വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒത്തിരി പേര് കൃഷി ചെയ്താലേ എന്തെങ്കിലും മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതുപോലെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ വർഷമാണോ ശരിക്കും ഞാനൊക്കെ ഇതിനെപ്പറ്റി ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. തണുത്തത് പാലിൽ ചേർത്ത് പഞ്ചസാര ഇട്ട് മിനിറ്റൊക്കെ അടിക്കുന്നില്ല. നല്ല ടേസ്റ്റ് പറയണം. ആ ഇതാണ് ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ട് ജ്യൂസ്. ഒരു മിൽക്ക് ഷേക്ക് പോലെ ഉണ്ട്, ചെറിയ മധുരം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഷുഗർ ചെയ്തിട്ട് എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. ചെറിയൊരു കമർപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല, അടിപൊളി. താങ്ക് യു. ഒരു ചെടി തന്നെ നട്ടിട്ട് കാര്യമില്ല. 2 ചെടിയോ അല്ലെങ്കിൽ 3 ചെടിയെങ്കിലും നടണം. ഇതിൽ ഒന്ന് ആൺചെടിയും പെൺചെടിയും വേറെ വേറെയാണ്. പൂവായി കഴിയുമ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ ആൺചെടി ഏതാ പെൺചെടി ഏതാന്ന്. അതിനുശേഷം പൂവായി കഴിയുമ്പോൾ ആൺപൂവിൽ നിന്നും പൂമ്പൊടി എടുത്ത് പെൺപൂവിലേക്ക് പരാഗണം ചെയ്യണം. പൂമ്പൊടി ശരിയായ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു വളർച്ച കണ്ടു തുടങ്ങും. അങ്ങനെ പച്ച, മഞ്ഞ, ഓറഞ്ച്, റെഡ്, ആ അതാണ് അതിൻ്റെ ശരിയായ വളർച്ച രീതി.